ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സുഖമാണല്ലോ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഹോളിസ്റ്റിക് സിലബസ് ആണ് നോക്കാൻ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എങ്ങനെ പഠിക്കേണ്ടത്, ഇനി വരുന്ന എക്സാംസ് ഏതൊക്കെയാണ്, അതിനെങ്ങനെ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളൊരു കുറച്ചൊരു ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് അതുപോലെ ഒരു വേറെ വീഡിയോ ആണ്. നമ്മൾ ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഒരു SCRT വെച്ച് പഠിക്കണം, നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കണം, മാത്സ്, മലയാളം, ഇംഗ്ലീഷ് എല്ലാം പഠിക്കണം എന്ന് പറഞ്ഞു. നമുക്ക് ഡിഗ്രി ലെവൽ എക്സാംസ് ഉണ്ട്, 12th ലെവൽ എക്സാംസ് ഉണ്ട്, 10th ലെവൽ എക്സാംസ് ഉണ്ട്. ഈ എക്സാംസിനെല്ലാം നമ്മൾ എങ്ങനെയാണ് ഒരു പാറ്റേൺ ഉണ്ടാക്കി പഠിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു എക്സാം ഫോക്കസ് ചെയ്യാന്ന് വെച്ചോ. ഇപ്പോൾ കമ്പനി ബോർഡ് LGS നമ്മൾ ഫോക്കസ് ചെയ്യുക. കമ്പനി ബോർഡ് LGS ആണ് ഞാൻ എഴുതിയെടുക്കാൻ പോകുന്ന എക്സാം എന്ന് മനസ്സിൽ ഉറപ്പിച്ച് നമ്മൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്ത് എന്ത് സംഭവിക്കും? നമുക്ക് കമ്പനി ബോർഡ് LGSനകത്ത് മലയാളവും വേണ്ട, ഇംഗ്ലീഷും വേണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് രണ്ടും സ്കിപ്പ് ചെയ്യും, നമ്മളത് പഠിക്കത്തില്ല. അങ്ങനെ നമ്മൾ കമ്പനി ബോർഡ് LGS എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് തോന്നുക നമുക്ക് VFA വന്നു, ബെബ്കോ LD വന്നു, ഇതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യണം, പഠിക്കണം. അപ്പോൾ ഒന്നേ നിന്ന് എന്ത് പഠിക്കണം? മാത്സും ഇംഗ്ലീഷും മലയാളവും ഇംഗ്ലീഷും പഠിക്കേണ്ടി വരും. മനസ്സിലായ? അപ്പോൾ നമ്മൾ അത്രത്തോളം സ്ട്രെയിൻ എടുത്ത് ഒന്നേന്ന് പഠിക്കേണ്ടി വരും. അതിന് അത് പോട്ടെ, നമ്മളിപ്പം LD പഠിക്കുക. LD പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഡിഗ്രി ലെവൽ എക്സാംസ് വരും, നമുക്കത് എഴുതാൻ പറ്റത്തില്ല, നമുക്കത് അത്ര നമ്മൾ വർക്ക് ചെയ്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങൾ ഹോളിസ്റ്റിക് ആയിട്ട് പഠിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സിലബസുകളുണ്ടല്ലോ, ആ സിലബസ് നമ്മൾ എല്ലാം കൂടി എടുത്തിട്ട് അതിനകത്ത് കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ പഠിച്ചു പോവുക. അതാകുമ്പോൾ നിങ്ങൾ ഈ പ്രിലിമിനറി എല്ലാം പാസ്സാവും. ഈ പ്രിലിമിനറി ഉള്ള എക്സാം ആണെങ്കിൽ പ്രിലിമിനറി പാസ്സാവും. പിന്നെ ആ പ്രിലിമിനറി വെച്ചിട്ട് മെയിൻസ് വരുമ്പോൾ നമുക്ക് പഠിച്ചാൽ മതിയല്ലോ. അങ്ങനെ എന്ത് ചെയ്യുക, മൊത്തത്തിലൊന്ന് സിലബസ് എല്ലാം ഒരു അവലോകനം നടത്തിയിട്ട് ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്നൊരു തീരുമാനം എടുക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് ഞാനിരുന്ന് നമ്മൾ ഇംഗ്ലീഷിനകത്തും മലയാളത്തിനകത്തും ഒക്കെ വരുന്ന ഹോളിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് എഴുതിയിട്ടുണ്ട്. അപ്പം അതിനകത്ത് വന്ന കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ ഒന്നാമത്തത് നമ്മൾ മലയാളവും ഇംഗ്ലീഷും മാത്സും ഈ മൂന്നാണ് ആദ്യം എടുത്ത് വെച്ചത്. ഇത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ടെലിഗ്രാമിനകത്ത് 100 ഡേ ചലഞ്ചിനകത്ത് ഓരോ ദിവസം സബ്ജക്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ എക്സാംസും ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, അല്ലെങ്കിൽ LD 10th ലെവൽ ആയിക്കോട്ടെ, ഏത് എക്സാം ആണെങ്കിലും ആ എക്സാമിനകത്തൊക്കെ വരുന്ന മലയാളവും ഇംഗ്ലീഷും മാത്സും ക്ലിയർ ആയി പോകും. മനസ്സിലായി? അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കിയാലോ. ഇത് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്ത ഡിഗ്രിയുടെ റാങ്ക് ഫയലും പിന്നെ 10th ലെവൽ റാങ്ക് ഫയലും അതിനൊക്കെ സിലബസിലെല്ലാം കൂടി വെച്ച് നോക്കിയിട്ടാണ് ഈ 3 സബ്ജക്റ്റിനകത്തുള്ളത് നമ്മൾ നോക്കിയത്. അപ്പോൾ നമ്മൾ ആദ്യമേ പഠിക്കാൻ തുടങ്ങുന്ന ആൾക്കാർ എന്താ ചെയ്യേണ്ടത്? ഈ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, സയൻസ്, കറണ്ട് അഫയേഴ്സ് എന്നുള്ള ഒരു ഏരിയ സെറ്റാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ ബാക്കി നമുക്ക് പഠിക്കാൻ നമ്മൾ എന്തായാലും ഒരു ബേസ് സെറ്റ് ആക്കിയല്ലോ. എന്തായാലും മുകളിലോട്ട് വീട് കെട്ടിയല്ലേ പറ്റൂ. അപ്പോൾ ഫൗണ്ടേഷൻ സെറ്റ് ആയിട്ടുണ്ട്, ഫൗണ്ടേഷൻ ഓക്കെ ആയിട്ടാണ് വെച്ചേക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് മുകളിലോട്ട് നമ്മൾ വീട് കെട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് ആ സിലബസ് നോക്കിയാലോ, എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 10th ക്ലാസ്സിൻ്റെ പ്രിലിമിനറി ഉണ്ടായിരുന്നല്ലോ. പ്രിലിമിനറി എക്സാം LD ക്ലർക്കിൻ്റെയൊക്കെ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ് ആണ്. ഓക്കെ, അതിനകത്ത് ഞാൻ എടുത്തിരുന്നു ജനറൽ സയൻസ് മാത്സ്, അതൊക്കെ തന്നെ എൻ്റെ ഇംഗ്ലീഷ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഏരിയ അത് വെച്ച് ഞാൻ നോക്കി. അതുകൊണ്ടൊക്കെ തന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനകത്ത് KS സിലബസ് എൻ്റെ ഇരിപ്പുണ്ട്, അത് ഞാൻ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് LGSൻ്റെ സിലബസ് നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഡിഗ്രി ലെവലിലെ പ്രിലിമിനറി നോക്കിയിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കൂടി വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അതിനകത്ത് നിന്ന് വേണ്ടുന്ന കാര്യങ്ങൾ എഴുതി മാറ്റി ഈ ഒരു ഏരിയ എടുത്തത്. ക്ലിയർ ആണല്ലോ? അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഡൗട്ട് വേണ്ട. നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, നമ്മൾ ഈ ഒരു ഈ ഒരു പാറ്റേണിൽ പഠിച്ചു പോവുകയാണെങ്കിൽ, ഇത്രയും സംഭവം പഠിക്കുവാണെങ്കിൽ നമുക്ക് ഏത് എക്സാം വന്നാലും എന്ത് ചെയ്യാൻ പറ്റും, ഇത് വെച്ച് ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന കാര്യം നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന്. ഓക്കെ, നമ്മളെ മാത്സ്, മലയാളം, ഇംഗ്ലീഷ് ഈ ഏരിയ സെറ്റാക്കി എടുക്കണം. അതാണ് നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞത്. കാരണം എല്ലാ എക്സാംസിനകത്തും അത് കറക്റ്റായിട്ട് വരുന്നുണ്ട്, അതൊന്നും. പിന്നെ അത് കണക്ക് തന്നെ വേറൊരു കാര്യം, നമ്മളെ പാറ്റേൺ മാറി എന്ന് പറയുമ്പോഴും മാറാൻ നിൽക്കുന്ന ഒരു ഏരിയ ആണ് ഈ മാത്സിൻ്റെയും മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ഏരിയ. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. നമുക്കൊരു മാർക്ക് നമുക്ക് അതിനകത്ത് കിട്ടും. ആ ബേസ് മാർക്ക് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ബാക്കി ബിൽഡ് ചെയ്യുന്ന എല്ലാം അതിൻ്റെ മുകളിലോട്ടാണ്. എന്ത് ഭംഗിക്ക് നമുക്ക് വേണമെങ്കിൽ ബിൽഡ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് റാങ്ക് വരെ മേടിച്ചെടുക്കാം. അത് നമ്മളെ ഫൗണ്ടേഷൻ സ്ട്രെങ്ത് ആയിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം, അടിപൊളിയായിരിക്കണം. ഓക്കെ, ഇത് എൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് പറയുന്നത്. നിങ്ങൾ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ആൾക്കാർ, ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ആൾക്കാർ കാണും. നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. കാരണം നിങ്ങൾക്ക് മലയാളം നമ്മുടെ സ്വന്തം ഭാഷയാണ്. നമുക്കത് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കത് എഴുതി പഠിക്കാനും പറ്റും. മനസ്സിലായോ? ഇംഗ്ലീഷ് നമ്മൾ കുഞ്ഞിലോട്ട് പഠിക്കുന്നതും ഒക്കെ ഇംഗ്ലീഷിലാണ്, ടെക്സ്റ്റ് ബുക്കുകളെല്ലാം ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഇംഗ്ലീഷ് വലിയ പഠിച്ചെടുക്കാൻ വലിയ പാടൊന്നുമില്ല. അത് നടക്കാൻ മാത്സ് ഡെയിലി ലൈഫിലും യൂസ് ചെയ്യുന്ന കുറച്ച് കണക്കുകളും കാര്യങ്ങളും ഉണ്ട്, അത് നമ്മൾ പഠിക്കണം.
ഈ ഒരു ഏരിയ നമ്മൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഫൗണ്ടേഷൻ സെറ്റ് ആവും. ക്ലിയർ ആണല്ലോ? അപ്പം അതിനകത്ത് നമ്മൾ മലയാളത്തിനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിലുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ കുറച്ച് വർക്ക് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. മെയിനായിട്ട് നമുക്ക് ഇപ്പോൾ ചോദിക്കുന്നത് നമുക്ക് ഒരുപാടൊന്നും കടന്നൊന്നും ചോദിക്കത്തില്ല. ഗ്രാമറൊക്കെ ഉണ്ട്, അതൊന്നും വലുതായിട്ടൊന്നും ചോദിക്കത്തില്ല. മെയിനായിട്ട് കുറച്ച് ഏരിയ ഉണ്ട്. പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീതപദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാനപദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, വാക്യം ചേർത്തെഴുതുക, സന്ധി. ഇത്രയാണ് നമുക്ക് മലയാളത്തിനകത്ത് പഠിക്കാനുള്ള ഏരിയ. നോട്ട്ബുക്ക് ഉണ്ടോ കയ്യിൽ? പേനയോ പെൻസിലോ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ആദ്യമേ എന്തിക്കോ പദശുദ്ധി. നമുക്ക് ഒന്നാമത് പഠിക്കുന്ന സാധനം പദശുദ്ധിയാണ്. കൂടെ എഴുതി പോകണം കേട്ടോ, സ്പീഡിൽ എഴുതി പോകണം, അല്ലെങ്കിൽ പോസ് ചെയ്ത് എഴുതി പോകണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം, ഞാൻ വലിച്ചെഴുതുന്നില്ല. പദശുദ്ധി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു വാക്ക് എങ്ങനെ വ്യക്തമായിട്ട് എങ്ങനെ എഴുതാം. ഒരു വാക്ക് കേൾക്കുമ്പോഴത്തേക്കും അത് എങ്ങനെയാണ്, അതിൻ്റെ ഏത് ഷായാണ് യൂസ് ചെയ്യേണ്ടത്, അവിടെ ഏത് ലെറ്ററാണ് വരുന്നത് എന്നുള്ളൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് പദശുദ്ധി നമ്മൾ പഠിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ നിങ്ങൾ ഇനി തൊട്ട് എഴുതുമ്പം അത് എഴുതി തന്നെ പഠിക്കണം. ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് എഴുതി തന്നെ പഠിക്കണം, ഡിക്റ്റേഷൻ ഇട്ട് തന്നെ പഠിക്കണം, എന്നാലും നമുക്കത് ക്ലിയർ ആവത്തോളം. പദശുദ്ധി എന്ന് പറയുന്നൊരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളത് നമ്മൾ വായിച്ചിട്ട് നമ്മളത് കേട്ടിട്ട് നമ്മൾ എഴുതണം. കാരണം നമ്മുടെ മൈൻഡ് ഒരിക്കലും തെറ്റ് പഠിക്കാൻ പാടില്ല. ടെക്സ്റ്റ് കിടത്തേക്കുന്നത് തെറ്റായിട്ടും ശരിയായിട്ടുള്ളതും കൊടുക്കും. തെറ്റാൻ ചാൻസ് ഉള്ള ഏരിയ ആണ് അവർ കൊടുക്കുന്നത്. നമുക്ക് തെറ്റാൻ ചാൻസ് ഇല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് നോക്കുന്നത്? നമ്മളത് നോക്കണ്ട. നമ്മൾ എന്താ ക്ലിയർ ആയിട്ട് ഒന്നീ ഹെഡ്സെറ്റ് വെച്ചിട്ട് നമ്മൾ വായിച്ചിട്ട് ആ വായിക്കുന്നത് ഡിക്റ്റേഷൻ വഴി കേട്ട് എഴുതുക. അതാണ് നമ്മൾ ചെയ്യേണ്ട പദശുദ്ധിക്ക്. പദശുദ്ധി എന്തായാലും ക്വസ്റ്റ്യൻസിന് കാണാം, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ നമുക്കത് മനസ്സിലാവും. അതേപോലെ തന്നെ താഴോട്ട് വരുന്നത് വാക്യശുദ്ധി പഠിക്കാനുണ്ട്, പരിഭാഷ പഠിക്കാനുണ്ട്, ഒറ്റപ്പദമുണ്ട്, പര്യായമുണ്ട്. ഇതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ടിങ് കണക്ക് എടുത്തിടാം കേട്ടോ. നമ്മൾ എൻ്റെ ഉള്ള മെറ്റീരിയൽ വെച്ച് ഞാൻ ക്ലാസ് ഇടാം. പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, പിന്നെ ഒറ്റപ്പദവും പര്യായവും വിപരീതവും ഒക്കെ നമുക്ക് ഏകദേശം കുഞ്ഞിലെ നമ്മൾ പഠിക്കുന്ന സംഭവങ്ങളായിരിക്കും. ഒറ്റപ്പദം, പര്യായം, വിപരീത പദം അല്ലേ? പര്യായ പദങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. വിപരീത പദം ഓപ്പോസിറ്റ്. ഇനി പര്യായം എന്ന് പറഞ്ഞാൽ എന്തുവാ? അതിൻ്റെ സിനോണിംസ്, അതിൻ്റെ വേറെ 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 വാക്കുകൾ. ക്ലിയർ ആണല്ലോ? ഇനി ശൈലികൾ നമ്മൾ പഠിക്കണം. പഴഞ്ചൊല്ലുകൾ, ശൈലികളും പഴഞ്ചൊല്ലുകളും പഠിക്കണം. അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ അമ്മമാരെ പറയുന്ന കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് പഴഞ്ചൊല്ലും കാര്യങ്ങളൊക്കെ പഠിക്കാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. പിന്നെ സമാനപദം ഒരേ കണക്കിരിക്കുന്ന പദങ്ങൾ, സമാനപദം. ചേർത്തെഴുതുകയുണ്ട്. ചേർത്തെഴുതുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ചേർത്തെഴുതുക. പിന്നെ സ്ത്രീലിംഗം, ജെൻഡർ പഠിക്കണം. സ്ത്രീലിംഗം പുല്ലിംഗം പഠിക്കണം. സ്ത്രീലിംഗം എന്താണ്, അതിൻ്റെ പുല്ലിംഗം എന്താണ്, വചനം പഠിക്കണം. പിന്നെ പിരിച്ചെഴുതൽ പഠിക്കണം. പിരിച്ചെഴുതുക എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് നമ്മൾ ചേർത്തെഴുതുന്നതിൻ്റെ ഓപ്പോസിറ്റ്. വാക്യം ചേർത്തെഴുതുക. സന്ധിയുള്ള ഒരു ഗ്രാമറിൻ്റെ ഒരു വചനം എന്ന് പറയുമ്പോൾ ബഹുവചനം, ഏകവചനം എന്നൊക്കെ കുറേ സംഭവം വരുമ്പോഴത്തേക്കും നമുക്ക് അത് വലിയ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. സന്ധിക്കകത്ത് കുറച്ച് ഗ്രാമർ പഠിക്കാൻ കാണും. ക്ലിയർ ആണല്ലോ? അതാണ് മലയാളം. അത്രയേ ഉള്ളൂ മലയാളം. അപ്പം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണെന്ന് തോന്നില്ലല്ലോ. ഈ ഒരു ഏരിയ പഠിച്ചാൽ മതി, നമുക്കൊരു മാർക്ക് കിട്ടും, 10 മാർക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ? പിന്നെ അത് കണക്ക് തന്നെ നമ്മുടെ ഇംഗ്ലീഷിനകത്ത് നമുക്ക് ഇൻട്രസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാം. നമുക്ക് അതിനകത്ത് വൊക്കാബുലറി സെക്ഷനും ഉണ്ട്, അത് കണക്ക് തന്നെ ഗ്രാമർ സെക്ഷനും ഉണ്ട്. വൊക്കാബുലറി സെക്ഷൻ വരുമ്പോഴത്തേക്കും അതിനകത്ത് നമ്മൾ ഇത് കണക്ക് തന്നെ ജെൻഡർ വരും, കളക്റ്റീവ് നൗൺ വരും, കളക്റ്റീവ് നൗൺസ് വരും, പിന്നെ സിംഗുലർ പ്ലൂറൽ വേർഡ്സ് വരും, കോമ്പൗണ്ട് വേർഡ്സ്, സിനോണിം, ആന്റോണിം, ഫ്രേസൽ വെർബ്, foreign words and phrases, one word substitutes, word often confused, spelling test, idioms and their meanings, offspring of animal homes, animal sound, phobia. ഞാൻ ടെലിഗ്രാമിൽ ഇതിൻ്റെ PDF ഇടാം. അതൊക്കെ ഇതിൻ്റെ കൂടെ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ എഴുതാം. ഞാൻ എന്തുകൊണ്ടാണെന്നറിയാം കൂടെ എഴുതിപ്പിച്ച് പോകുന്നത്. അങ്ങനെ എഴുതിപ്പിച്ച് പോകുമ്പോൾ നിങ്ങൾ മടി കാണിക്കുന്നില്ല. അതിനകത്ത് ഇപ്പം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ PDF അപ്ലോഡ് ചെയ്ത് ഇടാമെന്ന് വെച്ചോ. അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ കിടപ്പുണ്ടല്ലോ വിചാരിച്ച് നിങ്ങൾ സ്കിപ്പ് അടിച്ച് പോകും. അതുകൊണ്ടാണ് ഞാൻ കൂടെ എഴുതി പോകാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോ ഡിസ്പ്ലേ ചെയ്തേക്കാം, പോസ്റ്റ് ചെയ്തിട്ട് അത് എഴുതിയെടുക്കാം കേട്ടോ. എഴുതിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് അതിനകത്ത് പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൻ്റെ സിലബസിനകത്തും കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ എല്ലാം ഒന്നും വായിക്കുന്നില്ല. വായിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ സമയം മൊത്തം പോകും. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് അങ്ങനെ ഹോളിസ്റ്റിക് ആയിട്ട് നമ്മുടെ ഈ സിലബസ്, ഈ ഒരുപാട് സിലബസിന് എടുത്ത് ചേർത്ത് വെച്ചേക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. അത് വെച്ചിട്ടാണ് ഞാൻ ടെലിഗ്രാമിൽ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഡെയിലി തരുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഞാൻ ഇപ്പം അതിൻ്റെ കൂടെ സയൻസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, കറണ്ട് അഫയേഴ്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുക. നിങ്ങൾക്ക് ഇനി നിങ്ങൾ പറയാം രാവിലെ എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തെ എണീക്കുക. നമുക്ക് ജോലിക്ക് വേണ്ടിയിട്ടല്ലേ. നമുക്ക് ഇപ്പോൾ രാത്രി നേരത്തെ കിടക്കുന്ന ആൾക്കാർ കുറച്ച് നേരം ആദ്യം ഇരിക്കും. നമുക്ക് എന്തായാലും പഠിച്ചെടുത്തേ പറ്റൂ. പഠിച്ചെടുക്കാതെ ഒരു നടപടി ആവത്തില്ല. പഠിക്കുക. കാരണം എല്ലാവരും പഠിക്കുക. നിങ്ങൾ എക്സ്ട്രാ എഫേർട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ബാക്കിലോട്ട് പോകും. അതുകൊണ്ട് നല്ലപോലെ പഠിക്കുക. രാവിലെ എണീക്കുക. രാവിലെ ഫ്രഷ് ആയിട്ട് എണീറ്റ് നിന്നിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, രാവിലെ എണീറ്റിട്ട് ആദ്യം പോയി ഫോൺ നോക്കി ഫോണിനകത്തുള്ള നോട്ടിഫിക്കേഷൻ നോക്കരുത്, അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്, രാവിലെ എണീറ്റിട്ട് കട്ടിലിരിക്കുക.
ഓക്കെ. കട്ടിലിരുന്നിട്ട് നല്ലപോലെ 2-3 ബ്രെത്ത് എടുത്ത് നല്ലപോലെ ശ്വാസം വിടുക. മനസ്സിലായ? ഒന്ന് നല്ലോണം ഇൻഹെയിൽ ചെയ്തേ, എക്സെയിൽ ചെയ്തേ. അപ്പോൾ തന്നെ നമുക്കൊരു ഫ്രഷ്നെസ് കിട്ടും. മനസ്സിലായോ? അങ്ങനെ കാരണം നമ്മൾ കിടക്കുമ്പോൾ മൊത്തം നമ്മളിങ്ങനെ ചുരുണ്ടുകൂടി കിടന്നിട്ട് രാവിലെ എണീക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ബ്രെത്ത് എടുത്ത് വിടുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എനർജി കിട്ടും. അങ്ങനെ ആ എനർജി എന്ത് ചെയ്യണം? ആ എനർജിയിൽ അവിടെ ഇരുന്നിട്ട് ചിന്തിക്കുക, ഞാൻ ഇന്ന് എന്താണ് പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. മനസ്സിലായോ? നമുക്ക് ആ ലക്ഷ്യത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് മൂവ് ചെയ്യണം, നമ്മൾ ഒരുപാട് നേരം മൂവ് ചെയ്യണം. മനസ്സിലായോ? കുറേ നാൾ പഠിക്കണം, എന്നാലും നമുക്കത് എത്തത്തുള്ളൂ. അല്ലാതെ അയ്യോ എനിക്ക് വയ്യ, ഇനി പഠിക്കാൻ കുഴഞ്ഞ് അങ്ങനെ വിചാരിച്ച് നടക്കത്തില്ല. എല്ലാ ദിവസവും എണീറ്റ് നിന്നിട്ട് ആലോചിക്കുക, ഞാൻ എന്താണ് പഠിക്കാൻ പോകുന്നത് ആലോചിക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾ രാവിലെ എണീറ്റിട്ട് ഒരു മണിക്കൂർ നിങ്ങൾ ജസ്റ്റ് വന്നിരുന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ടൈം ടേബിൾ അടക്കുക, അല്ലെങ്കിൽ ഒരു ഡെയിലി എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വേറെ വീഡിയോ ചെയ്യാം. തൽക്കാലം ഞാൻ ഇപ്പം എന്താണ് നിങ്ങൾ പഠിക്കുന്ന കാര്യം മാത്രം സ്ട്രെയിൻ ചെയ്ത് പറയാം. രാവിലെ എണീറ്റിട്ട് നിങ്ങളെ പ്രാഥമിക കൃത്യങ്ങളൊക്കെ ചെയ്ത് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വന്നിരുന്നിട്ട് മാത്സ് എടുത്ത് ചെയ്യുക കേട്ടാ. എനർജി കൂടിയിരിക്കുന്ന സമയമാണ്, നമ്മൾ ഫ്രഷ് മൈൻഡ് ആയിട്ടിരിക്കുന്ന സമയമാണ്. നല്ലപോലെ ഏതെങ്കിലും പാടായിട്ടുള്ളൊരു സാധനം എടുത്തിട്ട് പഠിക്കുക. മനസ്സിലായി? ആവറേജോ ടൈം ആൻഡ് ഡിസ്റ്റൻസോ നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും കാണുമല്ലോ, നിങ്ങൾക്ക് ഇപ്പോൾ ബുദ്ധിമുട്ട് LCM HCF നിങ്ങൾക്ക് ചില പാടായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് പാടാമെന്ന് തോന്നുന്ന ഏരിയ എടുത്ത് പഠിക്കുക. അങ്ങനെ പഠിച്ച് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്ത് കുറച്ചും കൂടി നല്ലൊരു വിവരം ഉണ്ടാവും, കുറച്ചും കൂടി അതിനകത്ത് ഡെപ്ത് ഉണ്ടാവും. മനസ്സിലായി? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ ചിന്തിക്കാൻ പറ്റും രാവിലെ ആകുമ്പോൾ. രാവിലെ മാത്സ് ചെയ്യുക. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാത്സ് പഠിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര നേരം നിങ്ങൾക്ക് മാത്സ് പഠിക്കാം. ഞാൻ പറയുന്നത് 1 മണിക്കൂർ പഠിക്കാനാണ്. 1 മണിക്കൂർ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് മിനിമം ടൈമാണ്. നിങ്ങൾക്ക് അതിൻ്റെ പ്ലസ് എത്ര മണിക്കൂർ വേണമെങ്കിലും പഠിക്കാം, നിങ്ങൾക്ക് സമയമുള്ള അനുസരിച്ച് പഠിക്കാം. ഓക്കെ. മിനിമം 1 അവർ പഠിക്കാം. ക്ലിയർ ആണല്ലോ? പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഹിസ്റ്ററിയോ ജോഗ്രഫിയോ എക്കണോമിക്സോ കോൺസ്റ്റിറ്റ്യൂഷനോ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ പഠിക്കാം. റാങ്ക് ഫയൽ നോക്കി യൂട്യൂബ് വെച്ചാൽ നിങ്ങൾ ക്ലാസ്സിന് പോകുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയൊക്കെ പഠിക്കാം. അത് കഴിഞ്ഞിട്ട് ഈവനിങ് നിങ്ങളത് വീട്ടിൽ തിരിച്ചു വരത്തില്ലേ, അല്ലെങ്കിൽ ഈവനിങ് എല്ലാം കഴിഞ്ഞ് നിങ്ങൾ എനർജി മൊത്തം ഡ്രെയിൻ ഔട്ടായി ഒന്ന് കിടന്നാൽ മതി എന്ന് തോന്നത്തില്ലേ, ആ സമയത്തിരുന്ന് മലയാളം ഇംഗ്ലീഷും പഠിക്കുക. മലയാളം ഇംഗ്ലീഷ് കുറച്ചും കൂടി എളുപ്പമല്ലേ നിങ്ങൾക്ക്? മലയാളം പഴഞ്ചൊല്ലുകൾ വായിച്ചു വിട്ടാൽ മതി. നല്ല രസമുണ്ട്, പഴഞ്ചൊല്ലുകൾ കേൾക്കാൻ രസമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പര്യായ പദങ്ങൾ, ഇതിൻ്റെ പര്യായം ഇതായിരുന്നോ എന്ന് പറഞ്ഞ് പഠിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആനിമൽ സൗണ്ട് അല്ലെങ്കിൽ ഫോബിയാസ്, അങ്ങനെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയാസ് പഠിക്കാം ഇംഗ്ലീഷിനകത്ത് മലയാളത്തിനകത്ത്. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഇഷ്ടം തോന്നും, പഠിക്കാനൊരു ആഗ്രഹം തോന്നും. മനസ്സിലായോ? വൈകിട്ടാകുമ്പോൾ അത് വെച്ചിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ അവിടെ ഈ ഒരു 3 മണിക്കൂറാണ് ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. 1 മണിക്കൂർ മാത്സ്, ഈവനിങ് 2 മണിക്കൂർ മലയാളം ഇംഗ്ലീഷ്. ഇത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം കറണ്ട് അഫയേഴ്സ് ഡെയിലി പഠിക്കണം. കറണ്ട് അഫയേഴ്സ് ഡെയിലി പഠിക്കണം എന്ന് പറഞ്ഞ കാരണം എല്ലാ എക്സാമിനും 15 മാർക്കും 10 മാർക്കും കറണ്ട് അഫയേഴ്സ് മാത്രമാണ്. കറണ്ട് അഫയേഴ്സാണ്. ഓക്കെ. കറണ്ട് അഫയേഴ്സ് നമ്മൾ ദിവസവും പഠിച്ചാലേ നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മൾ കറണ്ട് അഫയേഴ്സ് എടുത്തിട്ട് പറഞ്ഞ കണക്ക് തന്നെ ഒരു മാസത്തെ കറണ്ട് അഫയേഴ്സ് മൊത്തം എഴുതി പഠിക്കാം. നടക്കത്തില്ല. നടക്കുമായിരിക്കും, പക്ഷേ നിങ്ങൾക്കത് എക്സ്ട്രാ സ്ട്രെയിനാണ്. നമ്മൾ മടിയൻ മല ചുമക്കും എന്ന് പറയത്തില്ല, അത് കണക്കാ. നിങ്ങൾ കുറേ സ്ട്രെയിൻ എടുക്കേണ്ടി വരും. അപ്പം ദിവസവും കിട്ടുന്ന കറണ്ട് അഫയേഴ്സ് നല്ല അടിപൊളിയായിട്ട് നല്ല പല കളേഴ്സിൽ ആളുടെ പേര് റെഡ് ഇങ്കിൽ മറ്റേ ഗ്രീൻ ഇങ്കിൽ ബോർഡറൊക്കെ വരച്ച് നല്ല വൃത്തിക്ക് എഴുതി സയൻറ്റിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പല ഫീൽഡ് ഉണ്ടല്ലോ, ആ ഫീൽഡ് അനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ കണക്കാൻ ഞാൻ അത് ഒന്നുകൂടി പറയാം. കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വെള്ള പേപ്പറിൽ A4 സൈസ് പേപ്പറിൽ ഇത് കണക്കത്തെ പേപ്പറിൽ ഈ പേപ്പറിനകത്ത് ഹെഡിങ് എഴുതണം. ഇൻ്റർനാഷണൽ ന്യൂസ്, പിന്നെ വേറെ പേപ്പർ എടുത്തിട്ട് അതിനകത്ത് നാഷണൽ ന്യൂസ്, പിന്നെ വേറെ പേപ്പർ എടുത്തിട്ട് അതിനകത്ത് സ്റ്റേറ്റ് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, പിന്നെ ഒരെണ്ണത്തിനകത്ത് അവാർഡ് അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹെഡിങ്ങൾ കാണത്തില്ലേ, ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്, അങ്ങനെ ഹെഡിങ് എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. നിങ്ങൾക്ക് അറിയാതെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണേ. ഒക്ടോബർ 2 എഴുതിയിട്ട് അതിന് മുകളിൽ നേരെ എന്ത് എഴുതുക, ഗാന്ധി ജയന്തി എഴുതുക. എന്നിട്ട് ഒക്ടോബറിലെ പ്രത്യേക ദിവസങ്ങളെല്ലാം എഴുതിയിടുക. ക്ലിയർ ആയല്ലോ? അപ്പം ഒക്ടോബറിലെ എല്ലാ ഡേറ്റ്സും നിങ്ങൾക്ക് അവിടെ കിട്ടും. ക്ലിയർ ആണല്ലോ? അങ്ങനെ എല്ലാ കാര്യങ്ങളും. പിന്നെ അതിനൊക്കെ ഇപ്പം എന്തെങ്കിലും പുതിയ പദ്ധതി എന്തെങ്കിലും വന്നു, അപ്പം പ്രോജക്റ്റുകൾ എന്തെങ്കിലും പുതിയ പദ്ധതികൾ, ആ പദ്ധതികൾ നാഷണൽ കാണും സ്റ്റേറ്റിലെ പദ്ധതികൾ കാണും, അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്ത് എഴുതിയിടുക. മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യാൻ കാണും എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ ആ നോക്കി ഇവിടെ എഴുതി. അപ്പം നിങ്ങൾക്ക് ആ കളർഫുള്ളായിട്ട് നിങ്ങളെ ക്രിയേറ്റീവായിട്ട് അതൊന്നും ചെയ്തു വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ല സന്തോഷം കിട്ടും. എന്നിട്ട് നമുക്ക് എന്താ സംഭവം എന്നറിയാവോ? നമ്മൾ എന്ത് വേണമെന്നറിയാവോ? ഇപ്പം ഏതെങ്കിലും ഒരു കാര്യം പഠിക്കുക, പുതിയൊരു സംഭവം നമ്മൾ ആഡ് ചെയ്യാൻ പോവാം, ഇതിനകത്തോട്ട് എന്തെങ്കിലും പുതിയൊരു ഡേറ്റ് ആഡ് ചെയ്യാൻ പോവാം. ആ ഡേറ്റ് നമ്മൾ എഴുതാൻ നേരത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒക്ടോബറിൽ മുമ്പുള്ള ദിവസങ്ങളൊന്നും നമ്മൾ നോക്കത്തില്ലേ, മനസ്സിലായാൽ നോക്കും. അതിനകത്ത് ഏതെങ്കിലും മറന്നു പോകുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അപ്പം നോക്കുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ പൊത്തി പിടിച്ച് നോക്കണം. ഒക്ടോബർ 1 ഒക്ടോബർ 2 ഈ പ്രത്യേകത, ഒക്ടോബർ 3 ഈ പ്രത്യേകത, അങ്ങനെ നോക്കി വരുമ്പോൾ ഏതെങ്കിലും ഒന്ന് നമ്മൾ മറന്നു പോകുമ്പം അതൊന്ന് ടിക്ക് ചെയ്യുക. മനസ്സിലായോ? എന്നിട്ട് നമ്മൾ ഇപ്പം കൊണ്ടുവന്ന സാധനമില്ലേ, അത് ഇവിടെ എഴുതി വെക്കുക.
എന്നിട്ട് വീണ്ടും നമ്മൾ പോവുക പഠിക്കുക. നാളെ വരുമ്പോഴത്തേക്ക് ഒക്ടോബറിൽ വേറെ ദിവസം കിട്ടും. അതെടുത്ത് ഇവിടെ എഴുതുമ്പോൾ നമ്മൾ എന്താ ഈ പെട്ടി അല്ലെങ്കിൽ ടിക്കറ്റ് സാധനം നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും. മനസ്സിലായോ? ആ സ്ട്രൈക്ക് ചെയ്യുന്ന സാധനം ഒന്നുകൂടി പഠിക്കുക. അപ്പോൾ അതങ്ങ് ക്ലിയർ ആവും. അങ്ങനെ വേണം കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ. അപ്പോൾ നമുക്കിങ്ങനെ അറേഞ്ച് ചെയ്ത് പല ചെറിയ ബുക്കുകൾ ബുക്ക്ലെറ്റ് ആയിട്ട് കിട്ടും. കുറച്ച് പേപ്പർ ചേർന്നിട്ട് നാഷണൽ ന്യൂസ്, കുറച്ച് ഇത് ചേർന്നിട്ട് ഡേറ്റ്സ്, കുറച്ചെണ്ണം ചേർന്നിട്ട് പദ്ധതികൾ, അങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് തന്നെ പഠിക്കാൻ ഇൻട്രസ്റ്റ് വരും. മനസ്സിലായോ? അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറണ്ട് അഫയേഴ്സ് പഠിക്കാനായിട്ട് ആഗ്രഹം കൂടും. അപ്പോൾ ദിവസവും ആ കാര്യങ്ങൾ ചെയ്തു പോകണമെങ്കിൽ പത്രം നോക്കാം. നിങ്ങൾ യൂട്യൂബ് ചാനലിനകത്ത് എനിക്ക് ടാലൻറ്റിൻ്റെയൊക്കെ യൂട്യൂബിനകത്ത് ദിവസം അവർ ഇടുന്നുണ്ട്. മാസ്റ്റർ അക്കാഡമിയുടെ ഒക്കെ ദിവസവും അവർ ഇടുന്നുണ്ട്. ഇപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് പറഞ്ഞാൽ അതൊക്കെ വീറ്റോടെ ഗൂഗിളിൽ കയറി സെർച്ച്, നിങ്ങൾ ഇനി കേൾക്കണ്ട, യൂട്യൂബിലൊന്ന് കയറി കാണണമെങ്കിൽ ഈ വീറ്റോടെ നമ്മൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യുമ്പോൾ മലയാളം PSC കറണ്ട് അഫയേഴ്സ് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അതൊക്കെ അവർ എഫേർട്ട് എടുത്തിട്ടല്ലേ ചെയ്യുന്നത്. അതെല്ലാം കണ്ട് പഠിക്കാം. നമുക്ക് എവിടെ നിന്നൊക്കെ സോഴ്സ് കിട്ടും. സോഴ്സ് ഇപ്പം അധികമാണ്. അല്ല, നിങ്ങൾ എന്നെ ചോദിക്കരുത് എവിടെ നിന്ന് പഠിക്കും, എങ്ങനെ എവിടെ നിന്ന് സോഴ്സ് ചോദിക്കരുത്. അധികമാണ് ഇപ്പോൾ സോഴ്സുകൾ. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കറണ്ട് അഫയേഴ്സ് കളക്ട് ചെയ്ത് പഠിച്ച് പോകാം. അപ്പോൾ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഒരു എക്സ്ട്രാ 3 മണിക്കൂർ, ഞാൻ പറഞ്ഞത് ഇപ്പോൾ 4ാമത്തെ മണിക്കൂർ എക്സ്ട്രാ ആയി. ഇനിയുള്ള 1 മണിക്കൂർ 5ാമത്തെ മണിക്കൂർ സയൻസിന് കൊടുക്കണം. സയൻസ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി, പിന്നെ അതുകൊണ്ട് തന്നെ IT ടെക്നോളജി സംഭവങ്ങളൊക്കെ വരും. അങ്ങനെ AI ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പം പുതിയ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പഠിക്കാം. 1 മണിക്കൂർ ഫിസിക്സ് പഠിക്കാം, 1 മണിക്കൂർ അല്ലെങ്കിൽ കെമിസ്ട്രി പഠിക്കാം, അല്ലെങ്കിൽ ബയോളജി പഠിക്കാം, അല്ലെങ്കിൽ IT പഠിക്കാം. മനസ്സിലായോ? അങ്ങനെ സയൻസുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് സോളാർ സിസ്റ്റം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കാം. അങ്ങനെ പഠിച്ചു പോകണം. മനസ്സിലായോ? അങ്ങനെ പഠിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇന്ന് കെമിസ്ട്രി പഠിക്കുകയാണെങ്കിൽ കെമിസ്ട്രിയിലൊക്കെ നല്ല രസം, ആറ്റം പഠിക്കാൻ നല്ല രസമാണ്. സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ലാത്ത കുട്ടികൾക്ക് ഞാൻ ക്ലാസ് എടുക്കാം. എനിക്ക് സയൻസ് പഠിക്കുന്ന ഇഷ്ടമാണ്, സയൻസിനെ ക്ലാസ് ഞാൻ എടുക്കാം. പക്ഷേ അത് നോക്കിക്കൊണ്ടിരിക്കരുത്, എപ്പോഴും പറഞ്ഞ് നടക്കുന്ന ആ ക്ലാസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത്. വേറെ നിങ്ങൾ കേട്ടു, വേറെ നല്ല ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അതെല്ലാം കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതെന്താണ് വൈറ്റമിൻസിനകത്ത് കാര്യം. അപ്പോൾ നമുക്ക് നമ്മുടെ ബോഡിയായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ലൈഫിൽ ആവശ്യമുള്ള കാര്യങ്ങൾ അത് കേൾക്കുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് തോന്നും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ എനിക്ക് സയൻസ് അറിയത്തില്ല എന്ന് പറഞ്ഞ് ഇരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റുന്ന സാരമുള്ളൂ. ബയോളജിയൊക്കെ എനിക്കത് ബയോളജിക്കാണ് കുറച്ചും കൂടി PSC സ്ട്രെസ് കൊടുക്കുന്നത്. കാരണം നമ്മുടെ ഇതുണ്ടല്ലോ പബ്ലിക് ഹെൽത്ത്, പൊതുജനാരോഗ്യം, അങ്ങനെ ഒരു ഫീൽഡ് കൂടിയുണ്ട്. അപ്പം ഡിസീസുകൾ ഏതൊക്കെയാണ്, എന്ത് ഡെഫിഷ്യൻസി ആണ് ഇതിൻ്റെ ഡിസീസ് ഉണ്ടാകുന്നത്, ഏത് വൈറ്റമിൻ ആണ് അത് ക്യൂർ ചെയ്യുന്നത്, അങ്ങനത്തെ മേഖലകളാണ്. അത് പഠിക്കുന്ന നിങ്ങൾക്ക് ബെനിഫിറ്റ് അല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പഠിക്കുക. ഫിസിക്സ് പഠിക്കുക, കെമിസ്ട്രി പഠിക്കുക, പിന്നെ അതിനൊക്കെ സോളാർ സിസ്റ്റം കണക്കുള്ള അതിനൊക്കെ തന്നെ അങ്ങനെ എക്കണോമിക്സിനകത്ത് വരുന്നത് അതൊക്കെ പഠിക്കുക. ക്ലിയർ ആയോ? അപ്പം ഈ സയൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു പോവുക 1 മണിക്കൂർ എടുത്ത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒരു 5 മണിക്കൂർ നമുക്ക് അവർ ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ട്രാക്കിലായി. 5 മണിക്കൂർ ദിവസം പഠിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു 20 ദിവസം അങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അടുത്ത സബ്ജക്റ്റ് ആഡ് ചെയ്യാം, ജോഗ്രഫി ആഡ് ചെയ്യാം, ഹിസ്റ്ററി ആഡ് ചെയ്യാം. മനസ്സിലായോ? അങ്ങനെ പഠിച്ചു പോകണം. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ഇങ്ങനെ വേണം പഠിക്കാൻ. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ടെലിഗ്രാം ചാനലിനകത്ത് ഞാൻ പ്രത്യേകിച്ച് അതിനകത്ത് ഒന്നും ചെയ്യുന്നില്ല. ടെലിഗ്രാം ചാനൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു 2000 പേര് ആവാറായെന്ന് തോന്നേ. ആ 2000 പേരിൽ ഒരു 100 പേര്, 200 പേര്, 500 പേര് പോട്ടെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. ആ 500 പേരുടെ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് എന്ത് സന്തോഷം എന്നറിയാമോ? ഞാൻ ജസ്റ്റ് എൻ്റെ ചാനൽ എടുത്തിട്ട് ഞാൻ അതിനകത്തൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു, ലിങ്ക് അയച്ചു കൊടുത്തു, അവർ ലിങ്ക് വഴി കയറി. അത്രേ സംഭവിച്ചിട്ടുള്ളൂ. അവർ കയറിയിട്ട് അവർ പഠിക്കുമ്പോൾ അവർ മാത്സ് അപ്ലോഡ് ചെയ്യും, പഠിച്ച മലയാളം കംപ്ലീറ്റ് 22 ഡേ കംപ്ലീറ്റ് 23 ഡേ കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് ഇട്ടിട്ട് എന്തെങ്കിലും ആരെങ്കിലും ഡൗട്ട് ചോദിക്കുമ്പോൾ ഇവർ എന്നെ ക്ലിയർ ചെയ്യും. ഇവരെന്നെ അങ്ങോട്ടും ഡൗട്ടും ക്ലിയർ ചെയ്ത് കമ്പനീസിലേക്ക് നടത്തി അങ്ങനെ പോവുക. മനസ്സിലായോ? അപ്പോൾ നമുക്കൊരു പ്ലാറ്റ്ഫോമായി അത് പഠിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അതിനകത്തുള്ള ആൾക്കാരാണ് ഇത് കേൾക്കുന്നെങ്കിൽ നിങ്ങൾ ആക്റ്റീവ് ആവുക, നിങ്ങൾ വർക്ക് ചെയ്യുക. നിങ്ങൾ ആരോടെ ജഡ്ജ് ചെയ്യാനോ അപ്പോൾ ഈ കൊച്ചു ഇത്രയും പഠിക്കുന്നു അങ്ങനെയൊന്നും ആരും ചോദിക്കത്തില്ല. നിങ്ങളെ ഫ്രീ ആയിട്ട് നിങ്ങളുടെ ചാനലാണത്, നിങ്ങൾ വർക്ക് ചെയ്യുക, നിങ്ങൾ അപ്ലോഡ് ചെയ്യുക, നിങ്ങൾ പഠിച്ചു പോവുക. ഞാൻ എല്ലാ ദിവസവും എന്താണ് പഠിക്കണമെന്ന് ടോപ്പിക് ഇടും, അതിനനുസരിച്ച് പഠിച്ചു പോവുക. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇത്രയും നേരം എന്നെ കണ്ടുകൊണ്ടിരുന്നതിന്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടതിന് നന്ദി. അതിൻ്റെ കൂടെ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ വെറുതെ കേട്ട് പോരുത്. ഇംപ്ലിമെൻറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല. ക്ലിയർ ആയോ? അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ വർക്ക് ചെയ്യുക, അത് എഫക്റ്റിലിടുക, ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുക. എന്നിട്ട് ഞാൻ പിന്നെ അടുത്ത ദിവസം ഞാൻ പറയുന്ന കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഹാപ്പിനെസ് ഇട്ടാ, ഞാൻ എന്ത് ചെയ്തായിരുന്നു ചേച്ചി, അപ്പോൾ ഞാൻ അടുത്ത കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി സന്തോഷം കിട്ടും. ക്ലിയർ ആയോ? അപ്പോൾ താങ്ക് യു എ ലോട്ട്. അപ്പോൾ നല്ലപോലെ വർക്ക് ചെയ്യുക, നല്ലപോലെ ജോലിയൊക്കെ കേട്ടെ. എന്നിട്ട് എനിക്ക് എന്ത് വേണം, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇവിടെ ഒരു പോഡ്കാസ്റ്റിംഗ് സംഭവം സെറ്റ് ചെയ്യണം. നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഫസ്റ്റ് ജോലി കിട്ടുമ്പോഴത്തേക്ക് എനിക്ക് അവിടെ വിളിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു ജേർണി എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്കിത് സംസാരിക്കണം. ഓക്കെ, അതൊക്കെ എൻ്റെ ഒരു ഡ്രീമാണ്. മനസ്സിലായി? അതൊക്കെ നിങ്ങളിലൂടെയാണ് എനിക്ക് പ്രാവർത്തികമാക്കാൻ. അതുകൊണ്ട് സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യുക. ഞാൻ ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ട്. ഓക്കെ, ബൈ, ടേക്ക് കെയർ.